ഹായ്, ഏവർക്കും നമസ്കാരം. എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കറിയാം, നമ്മൾ ലൈവായിട്ട് 6 മണിക്ക് PSC ബുള്ളറ്റിൻ അല്ലേ. അപ്പോൾ ഫെബ്രുവരി 2ാമത്തെ ലക്കത്തെ PSC ബുള്ളറ്റിൻ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിലത്തെ ആനുകാലികം എന്നുള്ള പേജാണ് നമ്മൾ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏവർക്കും എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ സാധാരണ നമ്മുടെ ന്യൂസ് പേപ്പർ വായിച്ച് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത് പോലെ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഇത് PSC ബുള്ളറ്റിനും. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രാധാന്യത്തോടു കൂടി എന്ത് ചെയ്യുക, പഠിക്കുക. എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. നമുക്ക് ഇനി വരുന്ന എക്സാംസിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആവുന്ന കാര്യങ്ങളാണ് കേട്ടോ, ഫാക്ട്സ് ആണ്. അപ്പോൾ എല്ലാവരും അതിൻ്റെതായ ഇമ്പോർട്ടൻസോടുകൂടി തന്നെ പഠിക്കുക. നോട്ട്സ് ഒക്കെ എഴുതി ഉണ്ടാക്കി പഠിക്കുക. റിവിഷൻ കമ്പൽസറി ആയിട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആ ഫാക്റ്റുകളൊക്കെ എക്സാമിന് വരുമ്പോൾ ഓർമ്മിച്ച് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രാധാന്യത്തോടുകൂടി കറണ്ട് അഫയേഴ്സ് ഒട്ടും മാറ്റി നിർത്താൻ പറ്റാത്തൊരു മേഖലയാണ്. ഇത്തിരി ടഫാണ്, കാരണം നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാനൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു രീതിയിൽ നമ്മൾ എഴുതി വെച്ച് നമുക്ക് ഓർത്തെടുത്ത് തന്നെ എന്ത് ചെയ്യുക, പഠിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന ക്ലാസ്സുകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, എന്തൊക്കെയാണ് നിങ്ങളുടെ സജഷൻസ് എന്നൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് ഹെൽപ്ഫുൾ ആവുന്നുണ്ടോ, ഇനി എന്തൊക്കെയാണ് നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരേണ്ടത് എന്നുള്ള കാര്യമൊക്കെ ഒന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആദ്യത്തെ ഫാക്റ്റ് ഇതാണ്. ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ്റെ, അതായത് ഒമാനിൽ വെച്ച് 2024 ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ 5 പുരുഷ ലോകകപ്പ് കിരീടം. അപ്പോൾ അതിൻ്റെ എന്തിൻ്റെ കിരീടമാണ് എന്നുള്ള കാര്യം പഠിക്കണം. എന്താണ് ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ 5 പുരുഷ ലോകകപ്പ് കിരീടം. അപ്പോൾ അതിൻ്റെ ആ ടൈറ്റിൽ നെയിം പഠിക്കണം കേട്ടോ. ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ 5 പുരുഷ ലോകകപ്പ് കിരീടം ആർക്കാണ്? നെതർലാൻഡിനാണ് ലഭിച്ചത്. മലേഷ്യയാണ് പരാജയപ്പെടുത്തിയത്. ഓക്കെ, അപ്പോൾ 2024 റീസെൻ്റ് ആയിട്ടുള്ളത് അല്ലേ, 24 നടന്നതാണ്. അപ്പോൾ ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ 5 പുരുഷ ലോകകപ്പ് കിരീടം ആർക്കാണെന്ന് ചോദിച്ചു വെച്ചാൽ ആർക്കാണ്? നെതർലാൻഡിനാണെന്ന് ഓർത്തു വെക്കുക. ഒമാനിലാണ് 2024 ഇത് നടന്നത്. ഓക്കെ, ഈ കപ്പ് നടന്നത് ഒമാനാണ് വേദി. അപ്പോൾ ആർക്കാണ് കിരീടം? നെതർലാൻഡിനാണ് കിരീടം. ആരെയാണ് പരാജയപ്പെടുത്തിയത്? മലേഷ്യയാണ് പരാജയപ്പെടുത്തിയത്. ഇനി ഇതിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം 5ാം സ്ഥാനമാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇവിടുന്ന് പഠിച്ച ഫാക്റ്റുകൾ എന്ന് ചോദിച്ചു വെച്ചാൽ ഏതാണ് കപ്പ് എന്ന് പഠിച്ചു അല്ലേ. ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ 5 പുരുഷ ലോകകപ്പ് കിരീടം. ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ 5 പുരുഷ ലോകകപ്പ് കിരീടം നെതർലാൻഡ് ആണ് നേടിയത്. മലേഷ്യയാണ് തോൽപ്പിച്ചത്. ഇന്ത്യ 5ാം സ്ഥാനത്താണ്. അതുപോലെ തന്നെ ഒമാനിൽ വെച്ചിട്ടാണ് ഇത് നടന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഫാക്റ്റ് എന്തിനെ കുറിച്ച് പഠിക്കണം? ഇതിനെക്കുറിച്ച് പഠിക്കണം. ഹോക്കിയാണ് കേട്ടോ, ഹോക്കി ഫെഡറേഷൻ ആണ്. അപ്പോൾ ഒരിക്കൽ കൂടെ പറയാം, ഇനി മറക്കാൻ പാടില്ല. ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ 5 പുരുഷ ലോകകപ്പ് കിരീടം നെതർലാൻഡാണ് നേടിയത്. മലേഷ്യയാണ് തോൽപ്പിച്ചത്. ഇന്ത്യക്ക് 5ാം സ്ഥാനമായിരുന്നു. ഒമാനിൽ വെച്ചിട്ട് 2024 ഇത് നടന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ഫാക്റ്റ് എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം. ഇങ്ങനെ എഴുതണം എന്നില്ല. ജസ്റ്റ് എന്താണ് ആ കപ്പിന്റെ പേര്? ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ 5 പുരുഷ ലോകകപ്പ് കിരീടം അല്ലേ. അതിൽ ആർക്കാണ്? നെതർലാൻഡാണ് ജയിച്ചത്. അവരാരെയാണ് ഡിഫീറ്റ് ചെയ്തത്? ആരെ ഇതാക്കിയിട്ടാണ്, മറികടന്നിട്ടാണ് വിജയത്തിലേക്ക് എത്തിയതെന്ന് ചോദിച്ചു വെച്ചാൽ മലേഷ്യയാണ്. ഇന്ത്യയുടെ സ്ഥാനം, നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ട് ഇന്ത്യയുടെ സ്ഥാനം എന്തായാലും പഠിക്കണം അല്ലേ. ഇന്ത്യക്ക് 5ാം സ്ഥാനമാണ്. വേദി എവിടെയായിരുന്നു? ഒമാനിലായിരുന്നു. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ ഇതൊരു പോയിന്റ് ആയിട്ട് എഴുതി വെച്ച് കഴിഞ്ഞു വെച്ചാൽ നമുക്ക് ഈ ഇതിനെ കുറിച്ചിട്ടുള്ള ഫാക്റ്റുകളായി അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, പഠിക്കുക. അല്ലാതെ ഇത് ഫുൾ എഴുതാൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ മെനക്കെടേണ്ട ആവശ്യമില്ല. എന്താണ് ആ കപ്പിന്റെ പേര്? അതുപോലെ തന്നെ ആരാണ് ജയിച്ചത്, ആരെയാണ് തോൽപ്പിച്ചത്, ഇന്ത്യയുടെ സ്ഥാനം എവിടെ, വേദി. ഓക്കെ, ഈ ഒരു രീതിയിൽ ഗെയിമുകളൊക്കെ എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ആ ഫാക്റ്റ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു.
ഒരിക്കൽ കൂടെ നമ്മൾ റിവൈസ് ചെയ്യും. അപ്പോൾ നമുക്കൊന്നും കൂടെ എന്ത് ചെയ്യുക, റിഫ്രഷ് ചെയ്യുക. അതോടുകൂടി നിങ്ങൾ ഈ ഫാക്റ്റ് ഉറപ്പായിട്ടും പഠിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അടുത്താണ് കണ്ടിട്ടുണ്ടാവും അല്ലേ, ശങ്കർ മഹാദേവനും ഇവരൊക്കെ ഒരുമിച്ച് നിൽക്കണം നമ്മൾ പേപ്പറിൽ കണ്ടിട്ടുണ്ട് അല്ലേ, പേപ്പറിൽ കണ്ടു. ഓക്കെ, അപ്പൊ എന്താണ് കാര്യം എന്ന് ചോദിച്ചു വെച്ചാൽ പ്രശസ്ത സംഗീതജ്ഞൻ ശങ്കർ മഹാദേവൻ, അതുപോലെ തന്നെ അപ്പൊ അദ്ദേഹം സംഗീതജ്ഞനാണ് കേട്ടോ, സംഗീതജ്ഞനാണ് ശങ്കർ മഹാദേവൻ. തബല മാന്ത്രികൻ ഉസ്താദ് സക്കീർ ഹുസൈൻ. അപ്പൊ ഉസ്താദ് സക്കീർ ഹുസൈൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കണമെന്ന് ചോദിക്കാം. നമുക്ക് കല എന്നുള്ള രീതിയിൽ കലാ സാഹിത്യം നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് അല്ലെ. അപ്പൊ കലാ സാഹിത്യം എന്നുള്ള രീതിയിൽ നമുക്ക് തീർച്ചയായിട്ടും വരാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഉസ്താദ് സക്കീർ ഹുസൈൻ ഏത് വാദ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ക്വസ്റ്റ്യൻ വരാം. അപ്പൊ അദ്ദേഹം തബല മാന്ത്രികനാണ്, തബലയാണ്, തബലയുമായിട്ട് തബല ഇൻസ്ട്രുമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള വ്യക്തിത്വമാണ് ആര്, സക്കീർ ഹുസൈൻ എന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പൊ പ്രശസ്ത സംഗീതജ്ഞനാണ് ശങ്കർ മഹാദേവൻ. നമുക്കറിയാലോ, നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേട്ടിട്ടുണ്ട്. ശങ്കർ മഹാദേവൻ അദ്ദേഹം സംഗീതജ്ഞനാണ്. ഇനി തബലയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഉസ്താദ് സക്കീർ ഹുസൈൻ. ഉസ്താദ് സക്കീർ ഹുസൈൻ, സക്കീർ ഹുസൈൻ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, സക്കീർ ഹുസൈൻ തബല ഇവൾദാന എന്ന് പറഞ്ഞിട്ട് പാട്ട് കേട്ടിട്ടില്ലേ, അപ്പൊ ആ പാട്ട് ആലോചിച്ചാൽ മതി, തബലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി എന്നിവരുടെ ഫ്യൂഷൻ ബാൻഡായ, അപ്പൊ അവരുടെ ഫ്യൂഷൻ അതായത് അവര് ഒരുമിച്ച് ചേർന്നിട്ടുള്ള ആ ബാൻഡാണ് ഇത്, മ്യൂസിക്കൽ ബാൻഡാണ് എന്താണ്, ശക്തിയുടെ ദിസ് മൊമെന്റ് എന്ന ആൽബത്തിന് മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം. ഓക്കെ, അപ്പൊ സംഗീതജ്ഞനാണ് ആര്, ശങ്കർ മഹാദേവൻ. തബല മാന്ത്രികനാണ് സക്കീർ ഹുസൈൻ എന്നുള്ള ഫാക്ട് പഠിക്കുക. എന്നിവരുടെ ഫ്യൂഷൻ ബാൻഡായ ശക്തിയുടെ ദിസ് മൊമെന്റ് എന്ന ആൽബത്തിന്, അപ്പൊ ശക്തിയാണ് അവരുടെ ബാൻഡ് എന്ന് ആലോചിക്കുക. ദിസ് മൊമെന്റ് ആണ് ആ ആൽബത്തിന്റെ പേര്. ഓക്കെ, അപ്പൊ ശക്തി ബാൻഡിന്റെ അവരുടെ ഫ്യൂഷൻ ബാൻഡായ ശക്തിയുടെ ദിസ് മൊമെന്റ് എന്ന ആൽബത്തിന് മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം. ഓക്കെ, മികച്ച എന്തിനുള്ള, ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള, മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരമാണ് ഇവർക്ക് ലഭിച്ചത്. ശക്തിയാണ് അവരുടെ ബാൻഡ്, ദിസ് മൊമെന്റ് ആണ് അവരുടെ ആൽബത്തിന്റെ പേര്. ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസിനുള്ള ഗ്രാമി പുരസ്കാരം അടുത്ത ഒരു കാറ്റഗറിയാണ്. അപ്പൊ ഇതെന്ത് പഠിക്കണം നമ്മള്, ദിസ് മൊമെന്റ് എന്ന ആൽബത്തിന് മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം എന്നുള്ള കാറ്റഗറിക്കുള്ള ഗ്രാമി പുരസ്കാരം ഏതിനാണ്, ദിസ് മൊമെന്റ് എന്ന ശക്തി, അതായത് ഇവരുടെ രണ്ടുപേരെയും ഫ്യൂഷൻ ബാൻഡായ ശക്തിയുടെ ദിസ് മൊമെന്റ് എന്ന ആൽബത്തിന് ലഭിച്ചു. അടുത്താണ് ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസിനുള്ള ഗ്രാമി പുരസ്കാരം പുഷ്ട്ടോ എന്ന ഗാനത്തിന് പുല്ലാങ്കുഴൽ വിദ്വാൻ രാകേഷ് ചൗരസ്യയ്ക്കും ലഭിച്ചു. അപ്പൊ ഏതാണ് പുഷ്ട്ടോ എന്ന ഗാനത്തിന്, അപ്പൊ പുല്ലാങ്കുഴൽ ചിലപ്പോൾ ചോദിക്കാം, രാകേഷ് ചൗരസ്യ ഏത് ഇൻസ്ട്രുമെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു വെച്ചാൽ പുല്ലാങ്കുഴലാണ് എന്നുള്ള ഒരു ഫാക്റ്റും കൂടെ ഇവിടെ പഠിക്കണം. ഓക്കെ, അപ്പൊ എന്താണെന്ന് ചോദിച്ചു വെച്ചാൽ നമ്മുടെ സംഗീതജ്ഞനായ ശങ്കർ മഹാദേവനും അതുപോലെ തന്നെ തബല മാന്ത്രികനായ സക്കീർ ഹുസൈനും കൂടെ ഫ്യൂഷൻ ബാൻഡ് ഉണ്ട്, അതാണ് ശക്തി. അതിന്റെ ആൽബമാണ് ദിസ് മൊമെന്റ്. ആ ദിസ് മൊമെന്റ് എന്നുള്ള ആൽബത്തിനാണ് മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, അപ്പൊ അത്രയും ഫാക്ട് ഓക്കെ ആയി. അടുത്തതാണ് മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസിനുള്ള ഗ്രാമി പുരസ്കാരം പുഷ്ട്ടോ എന്ന ഗാനത്തിന്. ഓക്കെ, അപ്പൊ ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസിനുള്ള ഗ്രാമി പുരസ്കാരം പുഷ്ട്ടോ എന്ന ഗാനത്തിന് പുല്ലാങ്കുഴൽ വിദ്വാനായ രാകേഷ് ചൗരസ്യയ്ക്കും ലഭിച്ചു. ഓക്കെ, രാകേഷ് ചൗരസ്യയ്ക്കും ലഭിച്ചു. അപ്പൊ ഇത്രയും ഫാക്ട് അവിടെ പഠിക്കണം. എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് നമുക്ക് ഒരിക്കൽ കൂടെ പറയാം, ഒപ്പം ഒന്ന് പറയാൻ ശ്രമിക്കുക. അതായത് സംഗീതജ്ഞനായ ശങ്കർ മഹാദേവനും അതുപോലെ തന്നെ തബല മാന്ത്രികനായ ഉസ്താദ് സക്കീർ ഹുസൈനും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഫ്യൂഷൻ ബാൻഡ് ആണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. അതിന്റെ ആൽബമാണ് ദിസ് മൊമെന്റ്, അവരുണ്ടാക്കിയ ആൽബമാണ് ദിസ് മൊമെന്റ്. ആ ദിസ് മൊമെന്റിനാണ് മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, ഇനി വേറൊരു കാറ്റഗറിയാണ് മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസിനുള്ള ഗ്രാമി പുരസ്കാരം
പുഷ്തോ എന്ന ഗാനത്തിന് പുല്ലാങ്കുഴൽ വിദഗ്ധൻ രാകേഷ് ചൗരസ്യയ്ക്കും ലഭിച്ചു. ഓക്കെ, അപ്പൊ പുല്ലാങ്കുഴൽ വിദഗ്ധനാണ്, ഫ്ലൂട്ട് അല്ലെ, പുല്ലാങ്കുഴൽ വിദഗ്ധനാണ് ആര്, രാകേഷ് ചൗരസ്യ എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. ഓക്കെ, തബല സക്കീർ ഹുസൈൻ ആണെങ്കിൽ ഏത് വാദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് വെച്ചാൽ തബല, രാകേഷ് ചൗരസ്യ ആണെങ്കിൽ പുല്ലാങ്കുഴൽ, ശങ്കർ മഹാദേവൻ ആണെങ്കിൽ എന്താണ്, സംഗീതജ്ഞനാണ് എന്നുള്ള കാര്യം പഠിക്കും. അടുത്താണ് ഭാരതരത്നം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഭാരതരത്നം കണ്ടു അല്ലെ. അതിനുശേഷം കൊടുക്കപ്പെട്ട 4 വ്യക്തിത്വങ്ങളാണ് ഇവര്. മുമ്പ് കണ്ടത് ആർക്കാണ് ഭാരതരത്നം ലഭിച്ചത്? നമുക്ക് അറിയാം അല്ലെ, കർപ്പൂരി ടാക്കൂർ. ഓക്കെ, ബീഹാറിന്റെ CM ആയിരുന്ന കർപ്പൂരി ടാക്കൂറിന് ഭാരതരത്നം നൽകി. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയാണ് ഭാരതരത്നം. കർപ്പൂരി ടാക്കൂറിനാണ് നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നത് അല്ലെ. പിന്നെയും എന്ത് ചെയ്തു, 4 പേർക്കും കൂടെ നൽകി. ഇപ്പൊ ടോട്ടൽ ഭാരതരത്നം ലഭിച്ചത് 5 പേർക്കാണ് എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. അപ്പൊ ഈ വർഷത്തെ ഭാരതരത്നം എത്ര പേർക്ക് ലഭിച്ചു? 5 പേർക്ക്. ആദ്യം ആർക്കാണ് കൊടുത്തതെന്ന് ചോദിച്ചാൽ കർപ്പൂരി ടാക്കൂർ എവിടുത്തുകാരനാണ്? ബീഹാറിലെ CM ആയിരുന്നു. അവിടെ എന്താണ്, OBCക്ക് റിസർവേഷൻ ഒക്കെ കൊണ്ടുവന്നു അല്ലെ. അങ്ങനെ കൊണ്ടുവന്ന ഒരു വ്യക്തിത്വമാണ്. അതായത് അധസ്ഥിത വിഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ശ്രമിച്ച ബീഹാറിന്റെ CM ആണ് കർപ്പൂരി ടാക്കൂർ. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി ഇന്ത്യ എന്ത് നൽകി ആദരിച്ചു? ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ ഭാരത് രത്ന നൽകി ആദരിച്ചു. ഓക്കെ, അദ്ദേഹം അവിടെ ഇരിക്കട്ടെ. ബാക്കി 4 പേരാണ്. നമുക്ക് ഫോട്ടോ കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ. LK അദ്വാനി നമ്മൾ കണ്ടിട്ടുണ്ട്, BJPയിലെ മുതിർന്ന നേതാവാണ് അല്ലെ, BJPയുടെ മുതിർന്ന നേതാവാണ്. അടുത്തത് നരസിംഹറാവുവിനെ പറ്റിയിട്ട് നമുക്ക് അറിയാലേ. പുത്തൻ സാമ്പത്തിക നയം 1991 പുത്തൻ സാമ്പത്തിക നയം. ഇദ്ദേഹം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററും അതുപോലെ തന്നെ മൻമോഹൻ സിംഗ് ഫിനാൻസ് മിനിസ്റ്ററുമായിരുന്ന സമയത്താണ് നമുക്ക് എന്ത് കൊണ്ടുവരുന്നത്? പുത്തൻ സാമ്പത്തിക നയം അല്ലെ. പുത്തൻ സാമ്പത്തിക നയം ആവിഷ്കരിച്ചു. അടുത്ത ആള് നമുക്കറിയാം, ചൗധരി ചരൺ സിംഗ് അല്ലെ. നമ്മുടെ എന്താണ് PMO ആണ്, മുൻ PMO ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കർഷകർക്ക് വേണ്ടിയിട്ട് ഒരുപാട്, കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടി ഒരുപാട് പ്രയത്നിച്ച വ്യക്തിത്വമാണ്. ഇദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ് നമ്മൾ നാഷണൽ ഫാമേഴ്സ് ഡേ ആയിട്ട് ഡിസംബർ 23 ആഘോഷിക്കുന്നത് അല്ലെ, ചൗധരി ചരൺ സിംഗ്. അടുത്ത വ്യക്തിത്വം നമുക്ക് വളരെ ഫെമിലിയർ ആണ്, റീസെന്റ് ആയിട്ട്, അതായത് 2022 സെപ്റ്റംബറിൽ അന്തരിച്ചു. ആരാണ്? MS സ്വാമിനാഥൻ അല്ലെ. MS സ്വാമിനാഥൻ നമ്മുടെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് MS സ്വാമിനാഥൻ. അപ്പൊ ഇവർക്കാണ്, ഈ 5 വ്യക്തിത്വങ്ങൾക്കാണ് ഇപ്രാവശ്യത്തെ എന്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ ഭാരത് രത്ന നൽകിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. മുതിർന്ന BJP നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായ LK അദ്വാനി, അതുപോലെ തന്നെ മുൻ പ്രധാനമന്ത്രിമാരായ നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് ചോദിക്കാം അല്ലെ, എത്രാമത്തെ? ചൗധരി ചരൺ സിംഗ് 5ാമത്തെ നമ്മുടെ PM ആയിരുന്നു. ഓക്കെ, 9ാമത്തെ PM ആയിരുന്നു ആര്? നരസിംഹറാവു. ഓക്കെ, 5ഉം 9 അല്ലെ. നമ്മുടെ ഇന്ത്യയിലത്തെ 5ാമത്തെ PM ആണ്, പ്രൈം മിനിസ്റ്റർ ആണ് ചൗധരി ചരൺ സിംഗ്. ഇദ്ദേഹം 9ാമത്തെ PM ആയിരുന്നു. ഓക്കെ, ചൗധരി ചരൺ സിംഗ്, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥൻ എന്നിവർക്ക് ഭാരതരത്നം നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂർ ഉൾപ്പെടെ 5 പേർക്കാണ് ഇപ്രാവശ്യത്തെ ഭാരതരത്നം. ഓക്കെ, അപ്പൊ നമ്മുടെ ഭാരതരത്നം നമുക്ക് പക്കയായി 5 പേർക്കാണ് ഇപ്രാവശ്യത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നൽകുന്നത്. ആദ്യത്തെ വ്യക്തിത്വമാണ് കർപ്പൂരി ഠാക്കൂർ, ബീഹാറിലെ മുൻ CM ആയിരുന്നു. അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ച ബീഹാറിലെ CM ആണ് അദ്ദേഹം. അദ്ദേഹമാണ് ബീഹാറിൽ OBC സംവരണം കൊണ്ടുവന്നത്. ഓക്കെ, പിന്നീട് അതിൽ മായം ചേർക്കപ്പെട്ടു എങ്കിലും അദ്ദേഹമാണ് ആ ഒരു സംവരണത്തിന്റെ കാര്യത്തിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തത്. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതി ആയിട്ടാണ് എന്ത് നൽകി ആദരിച്ചത്? ഭാരതരത്ന നൽകി ആദരിച്ചത്. ഓക്കെ, അടുത്ത വ്യക്തിത്വമാണ് LK അദ്വാനി, മുൻ BJP എന്നല്ല, മുതിർന്ന BJP നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയായിരുന്നു LK അദ്വാനി. അദ്ദേഹത്തിനും ഭാരതരത്ന കൊടുത്തു. അടുത്താണ് ആര്? നരസിംഹറാവു അല്ലെ. നരസിംഹറാവു പുത്തൻ സാമ്പത്തിക നയം 1991 പുത്തൻ സാമ്പത്തിക നയം ഒക്കെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിജയകരമാക്കിയ വ്യക്തിത്വമാണ് ആര്? നരസിംഹറാവു. അദ്ദേഹം പ്രധാനമന്ത്രിയും ഫിനാൻസ് മിനിസ്റ്ററായിട്ട്
നമ്മുടെ മൻമോഹൻ സിംഗും ഉള്ള കാലത്താണ് പുത്തൻ സാമ്പത്തിക നയം, നമ്മുടെ ഉദാരവൽക്കരണം, അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലേ. അപ്പോൾ എന്താണ് പ്രൈവറ്റൈസേഷൻ എല്ലാം കൊണ്ടുവന്നത് എപ്പോഴാണ്? നമ്മുടെ പുത്തൻ സാമ്പത്തിക നയത്തിലാണ്. ചൗധരി ചരൺ സിംഗ്. നമ്മൾ ഡിസംബർ 23 നാഷണൽ ഫാമേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഡിസംബർ 23 നമുക്ക് എക്സാമിന് ചോദിക്കാം എപ്പോഴാണ് എന്താണ് കാർഷിക ദിനമായിട്ട്. നമ്മുടെ കേരളത്തിൽ കാർഷിക ദിനമാണെങ്കിൽ ചിങ്ങം 1 ആഘോഷിക്കുക. നമ്മുടെ ഇന്ത്യയുടെ കാർഷിക ദിനമായിട്ട് ഫാമേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു വെച്ചാൽ ഡിസംബർ 23 ചൗധരി ചരൺ സിംഗിന്റെ ബർത്ത്ഡേ ആണ് നമ്മൾ ഇന്ത്യയിൽ ഫാമേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇദ്ദേഹം 5ാമത്തെ കേരളത്തിന്റെ അല്ല ഇന്ത്യയുടെ PM ആയിരുന്നു. ഓക്കെ, പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അടുത്ത വ്യക്തിത്വമാണ് ആര്? MS സ്വാമിനാഥൻ, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും പേർക്കാണ് ഭാരതരത്നം ലഭിച്ചത്. ഓക്കെ, അപ്പോൾ ഭാരതരത്നം ഇനി മറക്കരുത്. 5 പേർക്ക്. കർപ്പൂരി ഠാക്കൂർ ബീഹാറിന്റെ CM ആയിരുന്നു. അതുപോലെ തന്നെ മുതിർന്ന BJP നേതാവും ഉപപ്രധാനമന്ത്രിയുമായ LK അദ്വാനിക്ക്. പിന്നെ 3ാമത്തെ വ്യക്തിത്വമാണ് PV നരസിംഹറാവു. 4ാമത്തെയാണ് ചൗധരി ചരൺ സിംഗ്. 5ാമത്തെ MS സ്വാമിനാഥൻ. ഓക്കെ, 5 പേർക്കാണ് ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത ബഹുമതിയായ സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം നൽകി രാജ്യം ആദരിച്ചത്. ഓക്കെ അല്ലേ? അപ്പോൾ ആ ഫാക്റ്റ് ഓക്കെ ആയി. അവരുടെ കാര്യങ്ങൾ എല്ലാം എന്ത് ചെയ്യണം? നോട്ടീസ് ചെയ്ത് വെക്കണം. അടുത്താണ് ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ കാലം തങ്ങിയ വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കി റഷ്യയുടെ ഒലെഗ് കൊനാനെൻകോ. ഓക്കെ, കൊനാനെൻകോ കേട്ടോ, ഒലെഗ് കൊനോനെൻകോ. ഓക്കെ, അപ്പോൾ ആ പേര് ഇത്തിരി പഠിക്കാൻ പ്രശ്നമുണ്ട്. ഒലെഗ് എന്നോ അല്ലെങ്കിൽ കൊനോനെൻകോ എന്നോ ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്താൽ മതി? പഠിച്ചു വെച്ചാൽ മതി. ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ കാലം എത്ര ദിവസമാണെന്ന് നോക്കൂ. 878 ദിവസമാണ് കേട്ടോ. 878 ദിവസം, ഏകദേശം 2.5 വർഷത്തോളം കാലം അല്ലെ. 2.5 വർഷത്തോളം കാലം എന്ത് ചെയ്തു? ബഹിരാകാശത്ത് തന്നെ തങ്ങിയ സഞ്ചാരിയാണ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം തങ്ങിയ വ്യക്തി എന്ന റെക്കോർഡ് റഷ്യയുടെയാണ് കേട്ടോ. റഷ്യ എന്ന് ആലോചിച്ച് വെക്കുക. റഷ്യയുടെ ഒലെഗ് കൊനോനെൻകോ. ഓക്കെ, ഒലെഗ് കൊനോനെൻകോയ്ക്കാണ്. ഒലെഗ് എന്ന് ആലോചിച്ചാൽ മതി. റഷ്യയുടെ ഒലെഗ്. നമുക്ക് ബാക്കി ഓപ്ഷനിൽ ഉണ്ടാവല്ലോ. അപ്പോൾ ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ കാലം തങ്ങിയ വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കി റഷ്യയുടെ ഒലെഗ് കൊനോനെൻകോ. പഠിച്ചു വെക്കണം. 878 ദിവസമാണ് അദ്ദേഹം ബഹിരാകാശത്ത് തങ്ങിയത്. ഓക്കെ, അപ്പോൾ എത്ര? ഏകദേശം 2.5 വർഷത്തോളം കാലമാണ് അദ്ദേഹം അവിടെ താമസിച്ചത്. 878 ദിവസവും 11 മണിക്കൂറും 48 സെക്കൻഡുമാണ് ബഹിരാകാശത്ത് ആകെ ചെലവഴിച്ചത്. റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയാണ് ഒലെഗ് കൊനോനെൻകോ. ഓക്കെ, പഠിച്ച് വെക്കുക. അടുത്തത് സാഫ് അണ്ടർ 90 വനിതാ ഫുട്ബോൾ കിരീടം ഇന്ത്യയും ബംഗ്ലാദേശും എന്തായി? സംയുക്ത ജേതാക്കളായി. ഓക്കെ, അപ്പൊ സാഫ് കപ്പ് ചിലപ്പോൾ സാഫിന്റെ ഫുൾ ഫോം നമുക്ക് ചോദിക്കാം. സൗത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ. ഓക്കെ, സാഫ് SAFF സൗത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ. അണ്ടർ 90 19 വയസ്സിന് താഴെയുള്ളവർ അണ്ടർ 90 വനിതാ ഫുട്ബോൾ കിരീടം ഇന്ത്യയും ബംഗ്ലാദേശും സംയുക്ത ജേതാക്കളായി. ബംഗ്ലാദേശിൽ വെച്ചിട്ടാണ് നടന്നത്. 1-1. ഇത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കണമെന്ന് വെച്ചാൽ ഫുട്ബോളുമായിട്ട്. അപ്പൊ സാഫ് അണ്ടർ 90 ഫുട്ബോൾ കപ്പാണ്. എന്താണ് സാഫിന്റെ ഫുൾ ഫോം എന്ന് ചോദിച്ചു വെച്ചാൽ സൗത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ. അണ്ടർ 90 വനിതാ ഫുട്ബോൾ കിരീടം ഇന്ത്യയും ബംഗ്ലാദേശും സംയുക്ത ജേതാക്കളായി. 1-1 എന്നുള്ള നിലയിലേക്ക് അവരുടെ ഗോളുകൾ വരികയാണ് ചെയ്തത്. ബംഗ്ലാദേശിൽ വെച്ചിട്ടാണ്. ബംഗ്ലാദേശ് ആയിരുന്നു അതിന്റെ വെന്യൂ എന്ന് പറയുന്നത്. ബംഗ്ലാദേശിൽ വെച്ച് നടന്നതിൽ ആർക്കാണ്? 2 പേരും ഒപ്പത്തിനൊപ്പമായി. അപ്പൊ സംയുക്ത ജേതാക്കളായി മാറി. അപ്പൊ ആരാണ് സാഫ് കപ്പ് അണ്ടർ 90 വനിതാ ഫുട്ബോൾ കേട്ടോ. വനിതാ ഫുട്ബോൾ കിരീടം ഇന്ത്യയും ബംഗ്ലാദേശും സംയുക്ത ജേതാക്കളായി എന്ന് പഠിച്ചു വയ്ക്കുക. അപ്പൊ സാഫിന്റെ സൗത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ അണ്ടർ 90 വനിതാ ഫുട്ബോൾ കിരീടം ഇന്ത്യയും ബംഗ്ലാദേശും സംയുക്ത ജേതാക്കളായി. ഓക്കെ,
മുൻ മന്ത്രി CV പത്മരാജന് ഗാന്ധി ദർശൻ പുരസ്കാരം. അപ്പൊ ഗാന്ധി ദർശൻ പുരസ്കാരം ആർക്കാണ് എന്ന് ചോദിച്ചു വെച്ചാൽ ആർക്കാണെന്ന് പഠിച്ചു വെക്കുക. മുൻ മന്ത്രി CV പത്മരാജനാണ്. പത്മരാജന് ഗാന്ധി ദർശൻ പുരസ്കാരം. ഗാന്ധി ദർശൻ പുരസ്കാരം ആർക്കാണ്? പത്മരാജൻ. ഗാന്ധി ദർശൻ പുരസ്കാരം മുൻ മന്ത്രിയായിരുന്ന CV പത്മരാജനാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. LIC മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജ്മെന്റ് CEO ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി രവികുമാർ ഝായെ നിയമിച്ചു. ഓക്കെ, അപ്പോൾ LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അല്ലെ, മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജ്മെന്റ് അതിന്റെ, അതായത് LICയുടെ മ്യൂച്വൽ ഫണ്ട് ആൻഡ് അസറ്റ് മാനേജ്മെന്റ് ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി രവികുമാർ ഝായെ നിയമിച്ചു. ഓക്കെ, അപ്പോൾ LICയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമനമാണ്. LIC മ്യൂച്വൽ ഫണ്ട് ആൻഡ് അസറ്റ് മാനേജ്മെന്റ് CEO ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി രവികുമാർ ഝായെ നിയമിച്ചു. രവികുമാർ ഝാ എന്ന് ആലോചിച്ച് വെക്കുക. അടുത്തത് നമുക്ക് ഫേമസ് ആയിട്ടുള്ള വ്യക്തിത്വമാണ് അല്ലെ, നമ്മൾ കൈരളിയിലൊക്കെ നിരന്തര സാന്നിധ്യമാണ് അല്ലെ, ജോൺ ബ്രിട്ടാസ്. മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള 2023 ആണ് കേട്ടോ, വർഷം അവിടെ നോട്ട് ചെയ്യണം. 2023 എന്നുള്ള വർഷം നോട്ട് ചെയ്യണം. മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള 2023 ലോക്മത് പുരസ്കാരം മലയാളിയായ ജോൺ ബ്രിട്ടാസിന്. ഓക്കെ, അപ്പൊ പുരസ്കാരം ഏത് പുരസ്കാരമാണ് എന്ന് പഠിക്കണം. ലോക്മത് പുരസ്കാരം. ഓക്കെ, അപ്പൊ ഇവിടെ പഠിക്കേണ്ടത് ജോൺ ബ്രിട്ടാസ് എന്താണ്? നവാഗത പാർലമെന്റേറിയനുള്ള 2023 ലോക്മത് പുരസ്കാരം മലയാളിയായ ജോൺ ബ്രിട്ടാസിനാണ്. കാണുമ്പോൾ തന്നെ അറിയാലേ, നമ്മളെ നിറസാന്നിധ്യമാണ്. നമ്മുടെ ടെലിവിഷനിലൊക്കെ കൂടെ നമ്മൾ ഇദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ എന്താണ് അല്ലെ, ഭയങ്കര കുറുക്കിക്കൊള്ളുന്ന ചോദ്യങ്ങളാണ് അല്ലേ നമുക്ക് ചോദിക്കുക. അപ്പൊ നല്ലൊരു ആങ്കർ കൂടെയാണ്. അപ്പൊ അദ്ദേഹത്തിനാണ് എന്ത് പാർലമെന്റേറിയനുള്ള 2023 ലോക്മത് പുരസ്കാരം മലയാളിയായ ജോൺ ബ്രിട്ടാസിനാണ് ലഭിച്ചത്. അടുത്തത് കണ്ടിട്ടുണ്ടോ? ഇപ്പൊ ഇത് നോക്കാതെ തന്നെ ഇത് ഏത് ബീച്ചാണ് എന്ന് ഒന്ന് പറയാൻ പറ്റുമോ? ഏതാണ് ബീച്ച്? നമ്മുടെ പാപനാശം, വർക്കല പാപനാശം ബീച്ചാണ് അല്ലെ. നമ്മുടെ വർക്കല പാപനാശം ബീച്ചാണ്. എന്താണ് കാര്യം എന്ന് നോക്കി വെച്ചാൽ, വിനോദസഞ്ചാര മേഖലയിലെ രാജ്യാന്തര പ്രസിദ്ധീകരണമായ ലോൺലി പ്ലാനറ്റ് സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തിലെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളിൽ ഒന്നായി ഏതിനെ? വർക്കല പാപനാശം ബീച്ചിനെ തിരഞ്ഞെടുത്തു. ഓക്കെ, അപ്പൊ വിനോദസഞ്ചാര മേഖലയിൽ രാജ്യാന്തര പ്രസിദ്ധീകരണം, വിനോദസഞ്ചാര മേഖലയിൽ തന്നെ രാജ്യാന്തര പ്രസിദ്ധീകരണമായ, അപ്പൊ ഏതാണ് ആ പ്രസിദ്ധീകരണം എന്നിവിടെ പഠിക്കണം. ഏതാണ്? ലോൺലി പ്ലാനറ്റ്. അപ്പൊ വിനോദസഞ്ചാര മേഖലയിൽ രാജ്യാന്തര പ്രസിദ്ധീകരണമായ ലോൺലി പ്ലാനറ്റ് സഞ്ചാരികള് തീർച്ചയായും കണ്ടിരിക്കേണ്ട 100 ബീച്ചുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് പറഞ്ഞു, വർക്കല പാപനാശം ബീച്ച്. ഓക്കെ, നമ്മുടെ ശിവഗിരി മഠം അതുപോലെ തന്നെ ജഗന്നാഥ ക്ഷേത്രം ഒക്കെ എന്താണ് ഇതിന്റെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 100 ബീച്ചുകളിൽ ഒന്നായി വർക്കല പാപനാശം ബീച്ച് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പൊ ലോൺലി പ്ലാനറ്റ് എന്താണെന്ന് ചോദിച്ചു വെച്ചാൽ എന്താണ്? വിനോദസഞ്ചാര മേഖലയിൽ രാജ്യാന്തര പ്രസിദ്ധീകരണമാണ് ലോൺലി പ്ലാനറ്റ്. അത് എന്ത് ചെയ്തു? സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തിലെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളിൽ ഒന്നാണ് ഇത്, വർക്കല പാപനാശം ബീച്ച്. അതിനെയാണ് തിരഞ്ഞെടുത്തത്. ഓക്കെ, അപ്പൊ അത് പഠിക്കുക. ലോൺലി പ്ലാനറ്റ് എന്താണെന്ന് പഠിക്കുക. വിനോദസഞ്ചാര മേഖലയിലെ രാജ്യാന്തര പ്രസിദ്ധീകരണമാണ്. അതിൽ 100 മനോഹരമായ ബീച്ചുകളിൽ ഒന്നാണ് ഇത്, നമ്മുടെ വർക്കല പാപനാശം ബീച്ച്. ഓക്കെ, അടുത്താണ് ചന്ദ്രനിൽ ലാൻഡിംഗ് നടത്തുന്ന 5ാമത്തെ രാജ്യമായി ജപ്പാൻ. അപ്പൊ 5ാമത്തെ രാജ്യം ചോദിക്കാം. ആദ്യത്തെ 4 രാജ്യങ്ങൾ പഠിക്കണ്ടേ, എന്നാലേ നമുക്ക് 5ാമത്തെ അറിയുള്ളൂ. അപ്പൊ അതിന്റെ ഓർഡർ ഇങ്ങനെയാണ്. അപ്പൊ ചന്ദ്രനിൽ ലാൻഡിംഗ് നടത്തിയ ആദ്യ രാജ്യം ഏതാണെന്ന് ചോദിച്ചു വെച്ചാൽ റഷ്യയാണ് കേട്ടോ. ആദ്യത്തെ റഷ്യ, രണ്ടാമത്തെ USA നാസ അല്ലെ, നാസയാണ് ബഹിരാകാശ ഏജൻസി. 3ാമത്തെ ചൈന, 4ാമത്തെ ഇന്ത്യ, 5ാമത്തെ ജപ്പാൻ. ഇതാണ് അതിന്റെ ഓർഡർ. അപ്പൊ ചന്ദ്രനിൽ ലാൻഡിംഗ് നടത്തുന്ന 5ാമത്തെ രാജ്യമായി ജപ്പാൻ. ഓക്കെ, 5ാമത്തെ രാജ്യം ആദ്യത്തെ റഷ്യയാണ്, രണ്ടാമത്തെ USA ആണ്. USAയുടെ ബഹിരാകാശ ഏജൻസി ചോദിച്ചു വെച്ചാൽ നാസയാണ് എന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ 3ാമത്തെ ചൈനയാണ്, 4ാമത്തെ ഇന്ത്യ ISRO അല്ലെ, 5ാമത്തെ ജപ്പാൻ എന്നുള്ള കാര്യം ആലോചിക്കുക. ചന്ദ്രനിൽ ലാൻഡിംഗ് നടത്തുന്ന 5ാമത്തെ രാജ്യമായി ജപ്പാൻ. ജപ്പാന്റെ സ്ലിം മൂൺ
സ്നൈപ്പർ എന്ന പേടകമാണ് ചന്ദ്രനിൽ ഇറങ്ങിയത്. അപ്പൊ ഏത് പേടകമാണ് എന്ന് ചോദിക്കും. അപ്പൊ ജപ്പാന്റെ സ്ലിം മൂൺ സ്നൈപ്പർ ആണ് കേട്ടോ, സ്ലിം മൂൺ സ്നൈപ്പർ. ഓക്കെ, ചന്ദ്രനിൽ ലാൻഡിംഗ് നടത്തുന്ന 5ാമത്തെ രാജ്യമായി ജപ്പാൻ. ജപ്പാന്റെ സ്ലിം മൂൺ സ്നൈപ്പർ ആണ് എന്ന പേടകമാണ് ചന്ദ്രനിൽ ഇറങ്ങിയത് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. 5ാമത്തെ രാജ്യം. അപ്പൊ ബാക്കി 4 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ആദ്യമായിട്ട് റഷ്യ, അത് കഴിഞ്ഞ് USA, അത് കഴിഞ്ഞ് ചൈന, 4ാമത്തെയാണ് ഇന്ത്യ, 5ാമത്തെയാണ് ജപ്പാൻ എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. അതിന്റെ വാഹനവും പഠിക്കണം. ജപ്പാന്റെ സ്ലിം ആയിട്ടുള്ള മൂൺ സ്നൈപ്പർ ട്ടോ, സ്ലിം മൂൺ സ്നൈപ്പർ. അടുത്താണ് അൽ ജസീറ ചാനലിന്റെ ഗാസയിലെ ചീഫ് ഓഫ് ബ്യൂറോ വാഇൽ അൽ ദഹ്ദൂദിന് കേരള മീഡിയ അക്കാഡമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ. അപ്പൊ കേരള മീഡിയ അക്കാഡമിയുടെ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് എന്ന് ചോദിച്ചു വെച്ചാൽ, അപ്പൊ എന്താണ് നമ്മുടെ കേരള മീഡിയ അക്കാഡമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം, കേരള മീഡിയ അക്കാഡമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം ആർക്കാണെന്ന് ചോദിച്ചു വെച്ചാൽ അൽ ജസീറ ചാനലിന്റെ ഗാസയിലെ ചീഫ് ഓഫ് ബ്യൂറോ വാഇൽ അൽ ദഹ്ദൂദിന്. ഓക്കെ, അൽ ദഹ്ദൂദിനാണ് എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. എന്തിന്റെയാണ്? കേരള മീഡിയ അക്കാഡമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ, ഗാസയിലെ ചീഫ് ഓഫ് ബ്യൂറോ വാഇൽ അൽ ദഹ്ദൂദിന്. ഓക്കെ, അന്ന് പഠിച്ച് വെക്കുക. അടുത്തത് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനായി ആരാണ്? ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ജയ് ഷായാണ് കേട്ടോ. 3ാം തവണയാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പൊ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനായി 3ാം തവണയും ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് സെക്രട്ടറി ജയ് ഷാ തെരഞ്ഞെടുക്കപ്പെട്ടു. ഓക്കെ, ജയ് ഷാ എന്ന് പഠിച്ചു വയ്ക്കുക. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനായി 3ാമത്തെ തവണയാണ് ജയ് ഷാനെ തെരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനായി 3ാം തവണയും ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ്, ഓക്കെ, ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ സെക്രട്ടറിയായ ജയ് ഷായെ തെരഞ്ഞെടുത്തു. അപ്പൊ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാൻ ആരാണ്? ജയ് ഷാ ആണ്. 3ാം തവണയാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തെ തന്നെ തെരഞ്ഞെടുക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് സെക്രട്ടറിയും കൂടെയാണ് ജയ് ഷാ. ഓക്കെ, അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ടെസ്റ്റ് ബോളിംഗില് ജസ്പ്രീത് ബുംറ ട്ടോ 3 എന്താ പറയാ റാങ്കിങ്ങിൽ 3 ബൗളിങ്ങിന്റെ 3 ഫോമാറ്റുകളിലും എന്താണ് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ജസ്പ്രീത് ബുംറയ്ക്കാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ടെസ്റ്റ് ബോളിംഗ് റാങ്കിങ്ങിൽ ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറയ്ക്ക് 1ാം റാങ്ക്. ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റുകളിലും ബൗളിംഗ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നേടുന്ന ആദ്യ താരമാണ്. ഏതൊക്കെയാണ് 3 ഫോർമാറ്റ്? ഒന്ന് T20, ഒന്ന് ODI, അതുപോലെ തന്നെ നമ്മുടെ ടെസ്റ്റ്. ഓക്കെ, ഈ 3 ഫോർമാറ്റുകളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഓക്കെ, അപ്പൊ ഈ 3 ഫോർമാറ്റുകളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന് ജസ്പ്രീത് ബുംറയ്ക്കാണ് മികച്ച ബോളിംഗ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഇന്ത്യൻ താരം ആരാണെന്ന് ചോദിച്ചു വെച്ചാൽ ജസ്പ്രീത് ബുംറയാണ്. 3 ഫോർമാറ്റുകളിലുമുള്ള മികച്ച പ്രകടനത്തിനാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കപ്പെട്ടത്, ആ റാങ്കിങ്ങിൽ ഫസ്റ്റ് എത്തിയത്. അപ്പൊ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറയ്ക്ക് 1ാം റാങ്ക്. ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റുകളിലും ബൗളിംഗ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നേടുന്ന ആദ്യ താരം കൂടെയാണ് ആര്? ജസ്പ്രീത് ബുംറ എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. അപ്പൊ ബൗളിംഗ് ഫസ്റ്റ് എന്ന് ചോദിച്ചു വെച്ചാൽ ആരെയാണ്? ജസ്പ്രീത് ബുംറയെ ആലോചിക്കുക. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറയ്ക്ക് 1ാം റാങ്ക്. ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റുകളിലും ബൗളിംഗ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നേടുന്ന വ്യക്തി കൂടെയാണ് ആര്? ജസ്പ്രീത് ബുംറ. ഓക്കെ, അടുത്താണ് അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം എവിടെ വെച്ചിട്ട് നടന്നതാണ്? സൗത്ത് ആഫ്രിക്കയിൽ 2024 സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ടാണ് എന്ത് നടന്നത്? അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം. ഓക്കെ, അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നമ്മളപ്പോഴേ സാഫ് പഠിച്ചു അല്ലെ? സാഫിൽ ബംഗ്ലാദേശിനും ഇന്ത്യക്കും ഒപ്പമായി, അത് ഫുട്ബോൾ ആണ്. ഇവിടെ അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം
അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ഓസ്ട്രേലിയക്കാണ് കേട്ടോ. ഫൈനലിൽ ഇന്ത്യയാണ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ ഫൈനലിൽ ആരെയാണ്? ഇന്ത്യയാണ് പരാജയപ്പെടുത്തിയത്. ആർക്കാണ്? അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് 2024 നടന്നതാണ്. വെന്യൂ എവിടെയാണെന്ന് ചോദിച്ചാൽ സൗത്ത് ആഫ്രിക്കയിലാണ്. അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ഓസ്ട്രേലിയ, ഇന്ത്യയാണ് ഫൈനലിൽ തോൽപ്പിച്ചത്. ഓക്കെ, അപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് നടന്നു. ഓസ്ട്രേലിയയും ഇന്ത്യയുമായിരുന്നു ഫൈനൽ മാച്ച് കളിച്ചത്. ഇന്ത്യ തോറ്റു. ഓസ്ട്രേലിയക്കാണ് എന്ത്? കിരീടം, അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം. ഓക്കെ, അടുത്താണ് നമ്മളിപ്പോൾ 2 ബീച്ചുകളായി അല്ലേ. ഒന്ന് പാപനാശം ബീച്ചിനെ പറ്റി പഠിച്ചു. ഇത് കാപ്പാട് ബീച്ച്. എന്താണ് ചോദിച്ചു വെച്ചാൽ കോഴിക്കോട് കാപ്പാട് ബീച്ച് അല്ലേ, നമുക്കറിയാം. വാസ്കോഡ് ഗാമ എന്താണ് കപ്പൽ ഇറങ്ങിയത് അല്ലേ, കാപ്പാട് ബീച്ച്. ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ്. ഓക്കെ, ബ്ലൂ ഫ്ലാഗ്. അപ്പൊ കോഴിക്കോട് കാപ്പാട് ബീച്ചിന് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് എന്താണെന്ന് ചോദിച്ചു വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഡെൻമാർക്ക് നൽകുന്ന പുരസ്കാരമാണ് ഇത്, ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ്. അപ്പൊ കോഴിക്കോടിലെ കാപ്പാട് ബീച്ചിനാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. അത് ഏറ്റവും വൃത്തിയുള്ള ബീച്ചുകൾക്ക് കൊടുക്കുന്ന, ഡെൻമാർക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ്. ഓക്കെ, ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്നതാണ് ഈ പുരസ്കാരം. ഓക്കെ, അപ്പോൾ കോഴിക്കോട് കാപ്പാട് ബീച്ചിന് എന്താണ് കിട്ടിയതെന്ന് ചോദിച്ചാൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ്, ഏറ്റവും വൃത്തിയുള്ള ബീച്ച്. ഓക്കെ, വൃത്തിയുള്ള ബീച്ച് എന്നുള്ള നിലയ്ക്ക് ഡെൻമാർക്ക് കൊടുക്കുന്നതാണ് എന്ത്? ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ്. ഓക്കെ, അപ്പോൾ കോഴിക്കോട് കാപ്പാട് ബീച്ചിനാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ചത് എന്ന് ഓർത്ത് വെക്കുക. ആരാണ് നൽകുന്നത്? ഡെൻമാർക്കാണ് നൽകുന്നത്. കോഴിക്കോട് കാപ്പാട് ബീച്ചിന് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ്. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്നതാണ് ഈ പുരസ്കാരം. ഓക്കെ, ഇപ്പൊ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ഏത് ബീച്ചിനാണ് ലഭിച്ചതെന്ന് ചോദിച്ചു വെച്ചാൽ നമ്മൾ ഏത് എഴുതണം? കോഴിക്കോട് കാപ്പാട് ബീച്ച്. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന എലൺ മസ്കിന്റെ കമ്പനിയാണ് ന്യൂറാലിങ്ക്. ഓക്കെ, ന്യൂറാലിങ്ക്. അപ്പൊ മനുഷ്യ മസ്തിഷ്കത്തിൽ, നമ്മുടെ ബ്രെയിനിൽ ആദ്യമായിട്ട് വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന എലൺ മസ്കിന്റെ കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ ന്യൂറാലിങ്ക് ആണ് എന്ന് ഓർത്തു വയ്ക്കുക. എലൺ മസ്ക് അല്ലെ, നമ്മുടെ സ്പേസ് റേ, അതുപോലെ തന്നെ എന്താണ് ടെസ്ല, അതിൻ്റെയൊക്കെ ഓണർ അല്ലേ, സ്പേസ് എക്സിന്റെ. ഓക്കെ, അപ്പൊ മനുഷ്യ മസ്തിഷ്കത്തിലെ ആദ്യത്തെ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന എലൺ മസ്കിന്റെ കമ്പനിയാണ് ന്യൂറാലിങ്ക് കേട്ടോ. ന്യൂറാലിങ്ക് എന്ന് ഓർത്ത് വെക്കുക. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരം. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര. ഓക്കെ, സൗജന്യ ബസ് യാത്ര ഏത് നഗരമാണ് കൊടുത്തതെന്ന് ചോദിച്ചു വെച്ചാൽ ഡൽഹിയാണ്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരം ഡൽഹി. സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് പേസ്. ഓക്കെ, പേസ്. സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹം എന്തിനെ കുറിച്ച് പഠിക്കാൻ? നമ്മുടെ സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് പേസ് എന്ന് ഓർത്ത് വെക്കുക. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ പുരസ്കാരം. സ്വകാര്യ മേഖലയിൽ ദേശീയ ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ ഏകോപിപ്പിച്ചതിനാണ് പുരസ്കാരം. ഓക്കെ, മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിന് കേന്ദ്ര ആരോഗ്യ കുടുംബ മന്ത്രാലയത്തിന്റെ പുരസ്കാരം. അപ്പൊ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കേരളത്തിന് അവാർഡ് നൽകി. എന്തിനു വേണ്ടിയിട്ടെന്ന് ചോദിച്ചു വെച്ചാൽ നമ്മൾ TB ക്ഷയരോഗത്തിൽ നിന്ന് നിവാരണം നേടിയതിന്. ഓക്കെ, TB രോഗ നിവാരണം നേടിയത്. ക്ഷയരോഗം എന്ന് പറഞ്ഞാൽ TB അല്ലേ, ട്യൂബർകുലോസിസ്. ഓക്കെ, അപ്പൊ മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിന് കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ അവാർഡ് പുരസ്കാരം ലഭിച്ചു. സ്വകാര്യ മേഖലയിൽ ദേശീയ ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ ഏകോപിപ്പിച്ചതിനാണ് കേരളത്തിന് ഈ അവാർഡ് ലഭിച്ചത്. ഓക്കെ, അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ അവാർഡ് ആർക്കാണ്? ക്ഷയരോഗ നിവാരണത്തിൽ ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ കേരളത്തിനാണ് എന്ന് പഠിച്ചു വയ്ക്കുക. ഫിഡേസ് ചെസ് റാങ്കിങ്ങിൽ എത്തിയ ആദ്യ മലയാളിയാണ് SL നാരായണൻ. ഓക്കെ, SL നാരായണൻ എന്താണ്? ഫിഡെ ചെസ് റാങ്കിങ്ങിലെത്തിയ ആദ്യ മലയാളിയാണ് ആര്? SL നാരായണൻ എന്ന് പഠിച്ചു വയ്ക്കുക. ഫിഡെ ചെസ് റാങ്കിങ്ങിലെത്തിയ ആദ്യ മലയാളിയാണ് SL നാരായണൻ. ഓക്കെ, SL നാരായണനാണ്
എന്ന് പഠിച്ചു വെക്കുക. രാജ്യത്തെ പൊതു സിവിൽ കോഡ്, യൂണിവേഴ്സൽ സിവിൽ കോഡ് അല്ലെ, രാജ്യത്തെ പൊതു സിവിൽ കോഡ് ബില്ല് പാസ്സാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ്. നമ്മൾ എന്താണ് യൂണിയൻ സിവിൽ കോഡ് നമ്മൾ 44 അല്ലെ, 44 നമ്മൾ എന്തിനെ കുറിച്ച് പറയുന്നു? യൂണിയൻ സിവിൽ കോഡ് 44ാമത്തെ ആർട്ടിക്കിളിൽ. ഇന്ന് അത് എവിടെ മാത്രമേ അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ? ഗോവയിൽ മാത്രമാണ് അല്ലെ. അത് പാസ്സാക്കുന്ന ആദ്യ, രാജ്യത്തെ പൊതു സിവിൽ കോഡ് ബില്ല് പാസ്സാക്കുന്ന ആദ്യ സംസ്ഥാനമായി ആര്? ഉത്തരാഖണ്ഡ്. നമീബിയൻ പ്രസിഡന്റ് ഹാഗെ ഗെയിൻഗോബ് അന്തരിച്ചു. 82 വയസ്സായിരുന്നു കേട്ടോ. അപ്പൊ നമീബിയൻ പ്രസിഡന്റ് ആയിരുന്ന ഹാഗെ ഗെയിൻഗോബ് അന്തരിച്ചു. അപ്പൊ നമ്മൾ ഈ മരണം എന്നുള്ള ആ ഇതിൽ വരുന്നതാണ്. നമീബിയൻ പ്രസിഡന്റായ ഹാഗെ ഗെയിൻഗോബ് അന്തരിച്ചു. കവിയും നിരൂപകനുമായ NK ദേശം, അദ്ദേഹത്തിന്റെ തൂലികാ നാമമാണ്, ശരിക്കും പേര് N കൃഷ്ണൻകുട്ടി പിള്ള. ഓക്കെ, അപ്പൊ അത് പഠിക്കണം. NK ദേശം എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ കുട്ടിക്കൃഷ്ണപിള്ള. ഓക്കെ, കുട്ടിക്കൃഷ്ണപിള്ള ദേശം, NK ദേശത്തെ ആളാണ് കുട്ടിക്കൃഷ്ണപിള്ള എന്ന് ആലോചിച്ച് വയ്ക്കുക. NK ദേശം അദ്ദേഹം എന്ത് ചെയ്തു? അന്തരിച്ചു. ഓക്കെ, അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു വെച്ചാൽ ഏതൊക്കെയാണ്? ഉതിർമണികൾ, അതുപോലെ തന്നെ അപ്പൂപ്പൻ താടി, മുദ്ര, മുദ്ര എന്നിവയൊക്കെയാണ്. മുദ്രയ്ക്ക് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. മുദ്ര എന്നുള്ള കൃതിക്ക് ഓടക്കുഴൽ അവാർഡ്. മുദ്ര എന്ന NK ദേശത്തിന്റെ കൃതിക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2009 കേരള സാഹിത്യ അക്കാദമി അവാർഡും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2009 കേരള സാഹിത്യ അക്കാദമി അവാർഡ്. ഓക്കെ, അപ്പോൾ NK ദേശം എന്നറിയപ്പെടുന്ന ആരാണ്? കവിയും നിരൂപകനുമാണ് അദ്ദേഹം. കവിയും നിരൂപകനുമായ NK ദേശം N കുട്ടിക്കൃഷ്ണപിള്ള 87 വയസ്സ് അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതികളാണ് ഉതിർമണികൾ, അപ്പൂപ്പൻ താടി, മുദ്രയ്ക്ക് ഓടക്കുഴൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. 2009 അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്ന് ആലോചിച്ച് വയ്ക്കും. അടുത്താണ് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ദത്താജി റാവു ഗേയക്വാദ്. അപ്പോൾ ദത്താജി റാവു ഗേയക്വാദ് 95 വയസ്സായിരുന്നു, അന്തരിച്ചു. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആയിരുന്നു. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ദത്താജി റാവു ഗേയക്വാദ് 95 വയസ്സായിരുന്നു, അന്തരിച്ചു. ഓക്കെ, അപ്പോൾ ഇവർ 3 പേരും. നമീബിയൻ പ്രസിഡന്റ് ഹാഗെ ഗെയിൻഗോബ് അന്തരിച്ചു. കവിയും നിരൂപകനുമായ NK ദേശം, അദ്ദേഹത്തിന്റെ ശരിക്കും പേരാണ് N കുട്ടിക്കൃഷ്ണപിള്ള, അന്തരിച്ചു. അതുപോലെ തന്നെ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ദത്താജി റാവു ഗേയക്വാദ് അന്തരിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആനുകാലികം ആയിട്ട് ബന്ധപ്പെട്ടിട്ട് PSC ബുള്ളറ്റിന്റെ ഫെബ്രുവരിയിലെ 2ാമത്തെ ലക്കത്തിലുള്ളത്. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോട്ട് ചെയ്ത് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ താങ്ക് യു.